നീ ഉറങ്ങൂ. അല്ല ഇത് എവിടെ രാവിലെ തന്നെ മാറ്റിട്ട് നാളെ പോളല്ലേ അർജന്റായിട്ട് രണ്ടാൾക്കാരെ കാണാൻ അതെന്ത് പെട്ടെന്നൊരു പോക്ക്? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാ പിന്നെ ഞാനും വരട്ടെ. നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാരും കൂടി ഒരുമാതിരിയാണ് എന്നോട്. അതെന്താ പുതിയ വല്ല പ്രശ്നം ഉണ്ടായ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്നാ പ്രശ്നമില്ലാത്തത്? ഞാൻ നിങ്ങളെ ഇടങ്ങടാക്കണ്ടല്ലോ വെച്ചിട്ടാ ഒന്നും പറയാത്തത്. നിങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോ എല്ലാവർക്കും എന്നോട് എന്തൊരു സ്നേഹമാണ്. നിങ്ങൾ ഇല്ലാതെ നേരത്ത് ഈ പെരത്തെ സകലമായ പണി മൊത്തം എടുക്കും വേണം. എന്നാ പിന്നെ കുറ്റം പറയല് ബാക്കി. അബിത കുട്ടി ഉറങ്ങിയാ? ആ എന്തേ? ഒന്നുമില്ല. അവളെ ചായയും കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും ആരിസ്കപ്പ് പുറത്തു പോവും. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടിയുണ്ട് കേട്ടോ ആർഷിയെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പമുണ്ടാവാൻ? താത്ത വെറുതെ ഓവർ ടെൻഷൻ കയറ്റി പ്രശ്നമാക്കാതിരുന്നാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കൂടെ ഒന്ന് കട്ടക്ക് നിന്നാൽ മാത്രം മതി. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പുതിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. അതെൻ്റെ പേടി. അല്ലടി, ഇമ്മാക്കത് വല്ലതും അറിയോ? ഇമ്മാക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ പ്ലാൻ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇമ്മാക്കതിനെക്കുറിച്ച് ഒരു സൂചന പോലും കൊടുക്കാനും പാടില്ല. അറിയാലോ ഉമ്മയുടെ കാര്യം. ആരിസ്ക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാവും, അവൻ്റെ ഉള്ള സമാധാനം പോകുന്നൊക്കെ പറഞ്ഞിട്ടേ ഇമ്മ ആരിസ്ഖാൻ അറിയിക്കാതിരിക്കാൻ മാക്സിമം നോക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, കുഞ്ഞുള്ള ചെവിയിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഈസി ആവില്ല. അതുകൊണ്ട് ആരിസ്ക്ക് പോകും മുന്നായിട്ട് അവളെ യഥാർത്ഥ സ്വഭാവം കുറച്ചെങ്കിലും ആരിസ്ഖാനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെട്ടു. പക്ഷേങ്കടി ഇജ് പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലെങ്കിലോ? ഇജ് ആരിസിനോട് ഇന്നൊരു ദിവസം തന്നാൽ മതി, ഒക്കെ മനസ്സിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ കാട്ടുക? ഓനക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടി ഇല്ലാണ്ടാവൂലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അബിത്ത. നോക്ക്, ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാലേ ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും അങ്ങ് തിരിച്ചു പോയാലും നമ്മളെ ഉമ്മാക്ക് ഇതിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കേണ്ട അഭ്യാസത്തൊക്കെ കാണണ്ടേ? നോക്ക്, ശ്രമിച്ച് നോക്കിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അടുത്ത് നോക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഈ പ്ലാൻ ചെയ്ത പ്രകാരം ഒന്ന് നോക്കി നോക്കാം.